വന്നേക്കുന്നേ? സീറ്റ് ഇവിടെ തന്നെ നമ്മുടെ അതെ ഷിൻഡൂസിൻ്റെ വീട്ടിൽ നിന്ന് 2 മിനിറ്റ് വാക്കേ ഉള്ളൂ ഈ ബീച്ചിലോട്ട് വരാൻ. ഞാൻ ബീച്ച് വ്യൂ കാണിച്ചു തരാം. ഷിൻഡൂസിൻ്റെ സ്വന്തം സ്ഥലത്ത് ബീച്ചിൽ പോകണമെങ്കിൽ 2 മിനിറ്റ് നടന്നാൽ മതി ഗൈസ്. 2 മിനിറ്റ്. അതെ, ഷിൻഡൂസിൻ്റെ സ്വന്തം ബീച്ചാണിത്. ഷിൻഡൂസ് എപ്പോഴും ഇവിടെ തന്നെയാണ് കിടക്കുന്നത്. അയ്യോ കഷ്ടം. അതെ, പെബിൾ ബീച്ചാണ് ഗൈസ്. തിരിച്ചു കാണിച്ചു തരാം. ഇത് ഫുള്ള് പെബിളാണ്, മണലില്ല. കാരണം ഷിൻഡൂസ് എവിടെ നിന്നൊക്കെ കഷ്ടപ്പെട്ട് പെബിളൊക്കെ അടിച്ചു മാറ്റി ഇവിടെ കൊണ്ടിട്ടിട്ടാണ് ഇത്. ഒരു മാസം കൊണ്ട് കുഴിച്ചെടുത്തതാണ്. അപ്പം ഇപ്പം മണി 4 മണിയായി. ക്ലൈമറ്റ് ഇച്ചിരി നല്ല ക്ലൈമറ്റാണ് കേട്ടോ. തണുപ്പുണ്ട്, അതേ സമയത്ത് തന്നെ വെയിലും ഉണ്ട്. സോ ഒരു അടിപൊളി ക്ലൈമറ്റ്. ഈ ടൈമിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വന്ന് നടക്കുകയൊക്കെ ചെയ്യാം. ഞാൻ ഫ്രണ്ട് ക്യാമറ കാണിച്ചു തരാം. ഫ്രണ്ടിലെല്ലാവരും ഈ ഒരു ടൈം ആകുമ്പോൾ ഇവിടെ വാക്കിങ്ങിനൊക്കെ വരും. പട്ടീനെ കൊണ്ടുവരുന്നവരുണ്ട്, അല്ലാതെ കപ്പിൾസ് വരാറുണ്ട്. നല്ലൊരു വൈബുള്ള പ്ലേസാണ് സീറ്റൻ. എന്തെങ്കിലും ഡെവനിൽ വരണമെങ്കിൽ സീറ്റൻ വന്നൊന്ന് വിസിറ്റ് ചെയ്യണം. ഉണ്ടാവും കപ്പിൾസൊക്കെ ഒരുപാട് പേരുണ്ട് നടക്കുക, ഇവിടെ വന്ന് റിലാക്സ് ചെയ്യുന്നവർ. ഈ ഒരു ഏരിയ എന്നൊക്കെ പറയുന്നത് നമ്മുടെ റിട്ടയർമെൻറ്റ് ഏരിയ ആണ്. ഈ ഒരു ഏരിയ ഇവിടെ വന്ന് വെറുതെ ഒന്ന് നടക്കണം. പിന്നെ അങ്ങ് ആ ഏരിയയിലൊക്കെ എന്താ പറയുക, അങ്ങ് ഏറ്റത്തെ സൈഡിലൊക്കെ എൻ്റെ കണ്ണിൽ നന്നായിട്ട് ഒട്ടടിയുന്നുണ്ടോ. എന്താ ഫിഷിങ്ങിന് വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഫിഷിങ്ങിന് ഇറങ്ങണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്, പക്ഷെ നടന്നില്ല. എന്നാൽ ഫിഷിങ്ങിന് വേണ്ടി നമുക്ക് ചൂണ്ട മേടിക്കണമായിരുന്നു. അവിടെ ഒരു കടയുണ്ട്, അങ്ങറ്റത്തൊരു കടയുണ്ട്. ആ കടയിൽ നിന്നാണെങ്കിൽ നമുക്ക് ചൂണ്ട മേടിക്കാൻ പറ്റും. സോ അത് ഇന്നിപ്പോൾ മണി 4 മണിയായപ്പോഴത്തേക്കും ക്ലോസ് ചെയ്തു. 4 മണിക്ക് മുന്നേ വരണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ നമ്മളെല്ലാവരും ഒരുങ്ങി പറക്കി ഇറക്കുമ്പോഴത്തേക്കും ടൈം ഒരുപാടായി. അതാണ്. സോ നാളെ ഇവിടുത്തെ ഹോട്ടൽസാണ്. നേരത്തെ കാണിച്ചത് റെസിഡൻഷ്യൽ ഏരിയ, ഇതിപ്പോൾ ഇങ്ങോട്ടുള്ള എല്ലാം അതെ ബീച്ച് സൈഡിലുള്ള ഹോട്ടൽസാണ്. ഇവിടെ കണ്ടോ, ഇതിപ്പോൾ സമ്മർ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. സോ സമ്മർ ഫുള്ളാകുമ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് ആൾക്കാർ വരുന്നതും വിസിറ്റ് ചെയ്യുന്നതുമാണ് പൊതുവെ. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ടൈമിലൊക്കെ ഇവിടെ കൂടുതലും ഇവിടെ ഉള്ള ആൾക്കാരും ഉണ്ട്. ചിലവരൊക്കെ വരാറുണ്ടെന്ന് തോന്നുന്നല്ലേ. എനിക്കൊന്ന് കറക്റ്റ് പറയുകയാണെങ്കിൽ സമ്മറിൽ പിള്ളേർക്ക് സ്കൂള് അവധിയാകുമ്പോഴാണ് ഇവിടെ ഭയങ്കരമായിട്ട് ആൾക്കാരാണെന്ന് ഷിൻഡൂസ് പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഈ ഏരിയയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ ഉള്ള ആൾക്കാർ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഇവിടെ ഉള്ള ആൾക്കാർ ദേ ഇവിടെ വന്നിരുന്ന് ചൂണ്ടയിടാനായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. അവിടെ ഒരാളിപ്പോൾ വിചാരിക്കും കുറച്ചുകൂടെ അടുത്ത്. അപ്പോൾ ഇവരിങ്ങനെ വന്നിട്ട് ഇവിടെ ഇരുന്ന് ചൂണ്ടയിടും. അതിന് വേണ്ടിയാണ് വന്നത്. ഇവിടെ എല്ലാവരും ഭയങ്കര ഇതാണ്. നമ്മൾ എത്ര വയസ്സ് എന്ന് പറഞ്ഞാലും എത്ര എന്നൊക്കെ പറഞ്ഞാലും ആൾക്കാർ ഇവിടെ ഒരു ഏജ് കഴിഞ്ഞിട്ടാണെങ്കിൽ അവരവരുടെ ലൈഫ് നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനാണ് നോക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഞാൻ കമ്പയർ ചെയ്യല്ല, പക്ഷെ പൊതുവേ എനിക്ക് തോന്നിയത് നമ്മുടെ നാട്ടിൽ കുറച്ചൊന്ന് ഏജ് ആകുമ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കും, എങ്ങോട്ടും പോവാറില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഏജ് ആകുമ്പോൾ ആണ് ഇവർ ശരിക്കും അടിച്ച് പൊളിക്കാൻ, അല്ലേലേ അടിച്ച് പൊളിക്കും. പക്ഷെ നന്നായിട്ട് അടിച്ച് പൊളിക്കുന്നത് ഇവർ ഏജ് കുറച്ച് ആയിക്കഴിഞ്ഞാലും വയസ്സായെന്നൊന്നും അവർക്കൊന്നുമില്ല. അവർ നല്ല ലൈഫ് സ്പെൻഡ് ചെയ്ത് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയി ഇരിക്കുകയും പിടിക്കുകയും ഈവനിങ്സിനൊക്കെ പുറത്തിറങ്ങിയും അത് ഒരു വൈബാണ്. കോഫി ടീ ഉള്ള സ്ഥലം. സോ ഇവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ഐസ്ക്രീമിൻ്റെ പല ഫ്ലേവേഴ്സ് ഉണ്ട്. ചീസ് കേക്ക്, സ്ട്രോബെറി, ക്ലോട്ടഡ് ക്രീം, വാനില, കാരമൽ ക്രഞ്ച്. അനന്തുന് ഏതാ വേണ്ടേ? അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഷിൻഡൂസ് മേടിച്ച് ഇനി അനന്ത് ഇവിടെ മേടിക്കാണ്ട്. പട്ടീനെയൊക്കെ കൊണ്ടുപോകണം. വേണ്ട, ഇവരിവിടെ നടക്കാനും എടുക്കാനൊക്കെ എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. ഞാനൊരു കാരമൽ ക്രഞ്ച് മേടിച്ചു.
ഇവിടെ ഏതാ മേടിച്ചേ? ബ്ലാക്ക് കറന്റ് ചീസ് കേക്ക്. ഇവിടെ കുട്ടീസ് നമ്മള് ഇതിന്റെ മേലിൽ കയറി ഇരുന്ന് ഗൈസ്. ആനന്ദ് വരുന്നുണ്ട്. ആനന്ദും അടുത്തൊരു ഫ്ലേവർ കൊണ്ടുവരുന്നുണ്ട്. അവനൊരു നോക്കയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ചോഴൊക്കെയാണ് ചുമ്മാ പിടിക്കാൻ നല്ല രസമാണ്. UK വന്നു കഴിഞ്ഞാൽ കറക്റ്റ് പണിയെടുക്കണം ഗൈസ്. പണിയെടുക്കാതെ ഒരു പണി നടക്കത്തില്ല അല്ലേ? അതിനെപ്പറ്റി വല്ലതും പറയാനുണ്ടോ? പണിയെടുക്കുന്നതിനെ വല്ല പറ്റി? അതെ അതെ, പട്ടിയിൽ പോകണം. പക്ഷേ പട്ടീനെ പോലെ പണിയെടുക്കുക, എന്നിട്ട് രാജാവിനെ പോലെ ജീവിക്കുക. എന്തായാലും സെറ്റാവും. പട്ടി, ആ പട്ടിക്ക് വായിക്കാത്ത എന്താ മൂക്കൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഗൈസ്. എനിക്കൊന്ന് ഭയങ്കര കടിയനാണ്. അതെ, ഇവിടെ കൊച്ചു കുഞ്ഞു കുഞ്ഞു പട്ടികൾ ഇവിടെ അവർ നിൽക്കുന്നുണ്ടോ? ഇവിടെ പട്ടികളോട് ഭയങ്കര സ്നേഹമാണ് എല്ലാവരും. പക്ഷെ പോയി അല്ലേ, അവർ നല്ല കമ്പനിയായിരുന്നു. ഇപ്പോഴും അവരൊക്കെ ടെൻ്റ് അടിച്ചിട്ട് ഇവിടെ വന്നു. ഈ പഴയ കൊണ്ടുവരുന്നേ വലിയ വെയിലാണ് ഇവിടെ നോക്കിയിട്ട്. കൊണ്ടൊക്കെ കഴിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഒരു കോഫിയൊക്കെ കുടിച്ച് നമ്മൾ നമുക്കിവിടെ ഞാനും അമ്മൊക്കെ ടെൻ്റൊക്കെ മേടിച്ച് ഇവിടെ ഇരുന്നു. അതെ, ഇവരെന്നെ ഇവിടെയാണ് ജീവിക്കണത്. ഇതാ ടെൻ്റൊക്കെ അടിക്കും വന്നു, ദൈവത്തിനറിയാം. ഇവിടെ വെയിലൊക്കെ പോയി നമ്മൾ തിരിച്ച്. അതെ, സൂര്യനാണെന്ന് പറയുന്നു, സൂര്യനാണെന്ന് അറിയത്തില്ല. അമ്മാതിരി അവസ്ഥയാണ്. ഇവിടെ മൊത്തം ഫോഗായി. നമ്മളിങ്ങനെ തിരിച്ച് പിന്നെയും പോവുക. നമ്മൾ വിചാരിച്ചു എവിടെയെങ്കിലും കടയിലൊക്കെ കയറാം. ഇതിൽ ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഡാഫോഡിൽസിൻ്റെ കാര്യം. ഇവിടെ മൊത്തം ഫുള്ള് ഡാഫോഡിൽസാണ്. അതിൻ്റെ ഒരു കാര്യം എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷെ അത് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറയാം. ഇവിടെ ഫുള്ള് ഫോഗാണ് കേട്ടോ, ഫുള്ള് ഇതായി. 3:30 വന്നു. അപ്പം ഇച്ചിരി വെയിലുണ്ടായിരുന്നു. കറക്റ്റ് 4 മണിയായപ്പോൾ വെയിലിൻ്റെ പാടും നോക്കി പോയി. ഇപ്പം വെയിലും ഇല്ല, ഒരു കിണ്ടിയില്ലല്ലേ. ഞങ്ങൾ 3:30 ആയപ്പോൾ വന്ന് 4 മണിയായപ്പോൾ വെയിലും പോയി. ഫുള്ള് പോകാണ് ഗൈസ്. നടക്കുക തണുപ്പും കൂടി, ഫുള്ള് തണുപ്പാണ്. തണുപ്പ് കൂടിയിട്ടുണ്ട്. ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കുറയുക, ഒന്നും പറയണ്ട. ഇതാണ് UK-യിലെ അവസ്ഥ. സമ്മറിന് വേണ്ടി ഇവിടെ എല്ലാവരും കൊതിക്കും. സത്യം പറഞ്ഞാൽ സമ്മറാണ് ഇവിടെ വേണ്ടത്. സമ്മർ ഉണ്ടായിരുന്നെങ്കിൽ UK അടിപൊളിയാണ് കേട്ടോ. വലിയ കുറ്റം പറയാനായിട്ട് എനിക്ക് കുറ്റം പറയാനില്ല, അത് വേറെ കാര്യം. പക്ഷേ നല്ല സമ്മറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു വൈബ് ഫീൽ ചെയ്യും. പക്ഷേ ഇവിടെ സമ്മറിനേക്കാൾ വിൻ്റർ കൂടുതലാണ്. വിൻ്ററിൻ്റെ സമയത്ത് ആർക്കും ഒരു എനർജിയും കാണത്തില്ല. നമ്മുടെ അപ്പുറത്ത് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ അയൽവക്കക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വരെയും പിടിക്കുകയെങ്കിലും ചെയ്യും. പക്ഷേ UK-ലെന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഒരു സോഷ്യലൈസിങ് എന്ന് പറയുന്നത് അവർക്ക് വെള്ളി, ശനി, ഞായർ ഇതാണ് മെയിൻ സോഷ്യലൈസ്. അതിനാണ് അവർ പബ്ബിൽ പോണതും എടുക്കുന്നത്. നമ്മളെ നാട്ടിൽ വെച്ചെങ്കിൽ പബ്ബിൽ പോകുമ്പോൾ കുടിക്കും. അത് അങ്ങനെയല്ല. അവർ പബ്ബിൽ പോണത് സത്യം പറഞ്ഞാൽ സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയാണ് കൂടുതൽ. അപ്പോഴാണ് അവരൊന്ന് ലൈവാവുന്നത്, ഒന്ന് ഓണാവുന്നത്. ഇനി ഞാനിവിടുത്തെ ഒരു പൂ കാണിച്ചു തരാം. അത് നമ്മൾ പറിച്ചു കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ 5000 രൂപ നമ്മൾ പിഴ അടയ്ക്കേണ്ടി വരും. ഇല്ലെങ്കിൽ എന്തോ 6 മാസമാണോ ഈ സാധനം പറിച്ചു കഴിഞ്ഞാൽ? 6 മാസം ശിക്ഷ, 5000 പൗണ്ട്. അതെ, 6 മാസം. എന്താന്ന് കാണിച്ചു തരാം. എന്താന്ന് പൂവുണ്ടല്ലേ, ഇത് നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ഡാഫോഡിൽസാണ് സംഭവം. ഇത് പറിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ നമുക്ക് 5000 പൗണ്ട്, അതായത് നാട്ടിൽ 5 ലക്ഷം രൂപ പിഴ അടയ്ക്കേണ്ടി വരും. ഇല്ലെങ്കിൽ 6 മാസം നമ്മൾ ജയിലിൽ കിടക്കേണ്ടി വരും. ഇതാണ് ഇപ്പോഴത്തെ സീസണിൽ വരുന്ന പൂവ്. സോ ദൈവത്തെ ഓർത്ത്
UK-ലുള്ളവരാണെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയണത്. പറിക്കാൻ നിൽക്കരുത്. പബ്ലിക് സ്പേസിലൊക്കെ പറിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. ഇവിടെ ഫുള്ള് ആ പൂവാണ്. ഈ ഏരിയയിലെല്ലാത്തിലും ആ പൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ പബ്ലിക് സ്പേസിലൊക്കെ പറിച്ച് അഥവാ നമ്മുടെ ആഗ്രഹം കൊണ്ട് നമ്മൾ പറിച്ച് കഴിഞ്ഞാൽ ഉള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അതെടുത്ത് വീഡിയോ എടുത്താലോ അല്ലെങ്കിൽ പബ്ലിക് സ്പേസിൽ ആരെങ്കിലും അത് കണ്ടു കഴിഞ്ഞാലോ നമ്മൾ അഴി എണ്ണേണ്ടി വരും. സോ ദൈവത്തെ ഓർത്ത് പറിക്കാതിരിക്കുക. സാധനം പൂവല്ലേ, അഥവാ കാണുക, നിങ്ങൾ ആസ്വദിക്കുക, ദൈവത്തെ പറിക്കരുത്. അഥവാ നിങ്ങൾക്ക് ഈ പൂ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലിഡിലോ ടെസ്കോയിലോ ഒക്കെ പോയി മേടിക്കുക ഗൈസ്. അതൊക്കെ 1 പൗണ്ടിന് മേടിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. നമുക്ക് ആ തൊര അങ്ങ് മാറി കിട്ടും. അടുത്തത് ഷിൻഡൂസ് നമ്മുടെ ഗെയിം സെന്ററിലോട്ട് കൊണ്ടുപോവാണ്. എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇതിപ്പോൾ നമ്മൾ ഗെയിം സെന്ററിലോട്ട് പോവുകയാണ്. ഓക്കെ, ഇതിവിടുത്തെ ഒരു ഇതാണ് കേട്ടോ. രസമില്ലേ? ഉള്ളതൊക്കെ നിങ്ങളെ കാണിച്ചു തരാനാണ് എൻ്റെ ഒരു പ്ലാൻ. ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോണേ ഷിൻഡൂസ്? എങ്ങോട്ടാണ് പോണേ? അപ്പം രണ്ടിലെ എവിടെയെങ്കിലും പോകാം. ഇതാണ് ഇവിടുത്തെ ഏരിയ. നിങ്ങൾ കാണുന്നുണ്ടോ അറിയത്തില്ല. പോയി, ആ പട്ടി പോയി കേട്ടോ, പോയി. അത് ഏതിലെ പട്ടിയായിരുന്നു? നമ്മൾ ഗെയിം സെന്ററിലാണ് കാണുന്നത്. 101 ഡാൽമേഷ്യസോ അങ്ങനെ എന്താ. അതെ, നമ്മളിത് അതോ പോണ ആ പട്ടി. ഇവിടുത്തെ നമ്മൾ ഇന്ന് പരിപാടി ഇവിടുത്തെ ബസ് ഇതാണ്. ചെറിയ ബസ്സാണ് കേട്ടോ ഇവിടെ ഉള്ള ബസ്. നമ്മളിപ്പോൾ ഗെയിം സെൻറ്ററിൽ കയറി ഇനി കുറച്ച് ഗെയിം കളിക്കുന്നതാണ് ഇനി അടുത്ത പരിപാടി. നമുക്ക് നോക്കാം. ഷിൻഡു പൈസ എടുക്കുകയാണ്. ഷിൻഡു ഭയങ്കര പണക്കാരനാണ്. ഇവിടുത്തെ പണക്കാരനാണ് ഷിൻഡൂസ്. ഗെയിം സെൻറ്ററിലെ പണക്കാരനാണ്. പണം നമുക്ക് 1 പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 പൗണ്ടിനാണ് ഇത്രയും കോയിൻസ് കിട്ടുന്നത്. ഈ കോയിൻസ് വെച്ചിട്ടാണ് നമ്മൾ കളിക്കാൻ. ഒരുവിധം എല്ലാവർക്കും ഇപ്പം അറിയാമായിരിക്കും. കാരണം UK-യിലെ ഈ ഗെയിം ഷോപ്പും ഇവിടുത്തെ കളികളൊക്കെ. അടുത്ത എനിക്ക് വേണ്ടി അനന്തുച്ചൻ എടുക്കുവാണ്. അതെ, അനന്തുച്ചനും പണക്കാരനായിട്ടുണ്ട്. ഇതിലുള്ള കോയിൻസ് എടുക്കാം. സർപ്രൈസ് ഗിഫ്റ്റ്. ഇതിന്ന് നമ്മൾ മുട്ട പിക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിനൊരു കീ കിട്ടുമെന്നാണ് പറയുന്നത്. കീന്ന് നമുക്ക് ഇവിടെ നിന്ന് തുറന്ന് എടുക്കാം വിൻ ചെയ്ത് കഴിഞ്ഞാൽ. ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണിച്ചു തരാം എന്തൊക്കെയാണ് പരിപാടിയെന്ന്. ആച്ചു ഇവിടെ വന്നപ്പോഴേ കളി തുടങ്ങിയിട്ടുണ്ട്. കുറേ ഗെയിമുകളുണ്ട്. നമ്മൾ ഈ വഴി കൂടെ പിള്ളേരെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ തിരിച്ചു വരുമെന്ന് നോക്കേ വേണ്ട. ഇവിടെ കയറാത്ത ഒരു കളിയില്ല. ഇവിടെ എല്ലാം കയറി കഴിഞ്ഞ് ഇവിടെ എല്ലാം ഓരോരോ ഗെയിമുകളാണ്. നമ്മുടെ കൊറിയൻ ഡ്രാമാസൊക്കെ കാണുന്നവർക്കറിയാം ഈ സാധനം. ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഇതിന്ന് വീഴണമെങ്കിൽ ടെക്നിക്ക് അറിയണം ഗൈസ്, അല്ലാതെ വെറുതെ കിട്ടത്തില്ല. പട്ടിക്കുട്ടി അമ്മമ്മയൊക്കെ കളിക്കുന്നുണ്ടോ? പ്രായത്തിലും അമ്മമ്മയൊക്കെ കളിക്കുന്നുണ്ടോ? നമ്മൾ വിചാരിക്കുന്നുണ്ടല്ലേ, ഇവരെല്ലാവരും ആസ്വദിക്കും. പിന്നെ ഇവിടെയൊക്കെ വലിയ വലിയ ഗെയിംസാണ് കുറേ ഉണ്ട് കേട്ടോ. ഇതിന് എനിക്ക് തോന്നുന്നു ഇവിടെ കയറണമെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് കയറണം ഇതിനകത്ത്. ഇവിടെ അനന്തു റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ പരിപാടി കളി. ഇവിടെ ഒരുത്തി ഓൾറെഡി കളിക്കാനായിട്ടിരുന്നു. റൂൾസും കാര്യങ്ങളും ഷിൻഡൂസ് അതവിടെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കളിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. കളിച്ചിട്ട് എത്ര കോയിൻ കിട്ടി, പ്രൈസ് വല്ലതും കിട്ടുമെന്ന് അറിയാൻ തരും. ഇത് കുഞ്ഞു പിള്ളേർ മുതൽ വലിയവർ വരെ ഇവിടെ വന്ന് കളിക്കാറുണ്ട്, ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്.
ഞാൻ കാണിച്ചു തരാം. ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ കളിക്കുന്നത്. നമ്മൾ കൊച്ചുള്ളവരെ കൊണ്ടുവന്നത്, പക്ഷേ വലിയവരും കളിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഓരോരുത്തരും നിന്ന് കളിക്കുന്നുണ്ട്. ഇത്രയും വലിയ പ്രായമാണെങ്കിലും അവരെല്ലാവരും വന്ന് കളിക്കും. നോക്ക് എന്തൊരു സന്തോഷമൊന്നും നോക്കാനെന്ത്. അതെ ഏട്ടാ, വലിയൊരു കാറ് മേടിക്കാനുള്ള രീതിയിലാണ് അനന്തുവിൻ്റെ കളി. ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുവാണ് കളിയിൽ തന്നെ ഇട്ടുകൊണ്ടിരിക്കുക. കോയിൻസ് നീങ്ങി ഇങ്ങോട്ട് വീഴും. ഇവിടെ നിന്ന് കോയിൻസ് അനന്തുവിന് ഇതിൽ കണ്ടോ 8 പോയിൻ്റ് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ 8 പോയിൻ്റായിട്ട് നിൽക്കുവാണ്. ഇതിൽ കണ്ടോ 0. നമുക്ക് കോയിൻസ് വീഴുന്നതനുസരിച്ച് പോയിൻ്റ് കൂടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആ ടിക്കറ്റ് മേടിക്കാം. അങ്ങനെയൊക്കെയാണ് പരിപാടി. ഇതാണ് ഗൈസ്. അതുകൊണ്ട് അനന്തുവിന് വേണ്ടി ഞാൻ കാർ മേടിച്ചു പോയിന്റ് നോക്കിക്കോ. ഞാനൊരു നീല കാറ് അനന്തുവിന് മേടിച്ചു കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും എന്താ ആവശ്യപ്പെടുന്ന കാറൊന്നും എനിക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. തൽക്കാലം അറ്റ്ലീസ്റ്റ് ഈ നീല കാറെങ്കിലും മേടിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ക്യാപ്റ്റൻ അമേരിക്കയുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ സിമ്പലല്ലേ അതെ കളിക്കണം. അതുകൊണ്ട് തന്നെ ഇതിന് 1 പൗണ്ട് വെച്ചാണ് നടന്നത്. സോ അനന്തുച്ച എനിക്ക് വേണ്ടി പോവാണ് ഗൈസ്. എനിക്ക് വേണ്ടി എൻ്റെ ഭർത്താവ് പോയി കോയിൻ എടുത്തിട്ട് വരും. എന്നിട്ട് ഞാൻ അവൻ്റെ പൈസ മൊത്തം തീർക്കും. ഇതൊക്കെയാണ് പരിപാടി. എങ്ങനെ പൈസ തീർക്കാമെന്ന് ആലോചിക്കുകയാണെന്ന്. പൗണ്ട് എടുത്തു ഗൈസ് എൻ്റെ ഗെയിമിന് വേണ്ടി. ശരിയാണ്ട ചിരി. അയ്യോ കിട്ടിയില്ല. സോഫ്റ്റാണ്. പിടിച്ചോ. ഒരു കാറ് വന്ന് കിടപ്പുണ്ട് കഴിച്ചിവിടെ. ഇതെത്രയാണ് നമുക്ക് കിട്ടിയ ഗൈസ്. പോയിൻ്റ് അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റോ എന്തെങ്കിലും സാധനമോ ഒക്കെ കിട്ടുമായിരിക്കും. ഇവിടെ കൊടുത്ത് നമ്മൾ മേടിക്കും. ഇതാണ് ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലം. ഇവിടെ നമുക്ക് എന്തെങ്കിലും കിട്ടും ഗിഫ്റ്റ്. നാട്ടിൽ ഒരെണ്ണം തുടങ്ങി നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കിട്ടുമായിരിക്കും. നമുക്ക് നോക്കാം. നമ്മുടെ മേടിക്കാം. എന്ത് കിട്ടുമെന്ന് നോക്കാം. എന്തെങ്കിലും സാധനം കിട്ടുമെന്ന് അറിയത്തില്ല ഗൈസ്. നോക്കണം. നമുക്ക് എന്തെങ്കിലും എടുക്കാം. ഇരുന്ന മിഠായികളോ എന്തെങ്കിലും എടുക്കാം. മിഠായിയാണ് എടുക്കാമല്ലോ. അല്ലെങ്കിൽ ഇതെന്ന് ഏതെങ്കിലും ഒക്കെ എടുക്കാം. 150-നാണ് ഇന്ന് നമ്മൾക്ക് ടിക്കറ്റ് കിട്ടിയത്. 150 ടിക്കറ്റിൽ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സാധനം എടുക്കാമെന്ന് വെച്ച് C10 വന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് C10 അവൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു മെമ്മറി സുവനിയർ. ഈ സാധനം മേടിച്ച് സുവനിയർ എടുത്തിട്ടുണ്ട്. അത് കിട്ടി. ഇതെവിടെ ഇടുന്നു സുഖം കാര്യങ്ങളായി. ഇത് ഈ കളിച്ച് നമുക്ക് കിട്ടിയൊരു സാധനമാണ് C10-ൻ്റെ. നിങ്ങൾക്കിത് കാണുന്നുള്ള തലതിരിഞ്ഞായിരിക്കും സ്വാഭാവികം. വലിയൊരു പട്ടി വരുന്നുണ്ട് ഗായ്സ്. ഓക്കെ, നമുക്ക് എന്താ കിട്ടിയത്? ഒരു സുവനിയറാണ് മേടിച്ചത്. ഇവിടെ ഒരു പട്ടി വരുന്നുണ്ട് ഗായ്സ്. എനിക്കാണെങ്കിൽ പട്ടി എന്ന് പറഞ്ഞാൽ പണ്ട് പേടിയാണ്. ആ പട്ടിയുടെ പൊക്കമൊക്കെ കാണണം. കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യാം. കണ്ടോ ഗൈസ്, അവർ പിടിച്ചോണ്ട് നടക്കണുണ്ടോ? ദേ അവളുടെ പൊക്കത്തിൻ്റെ അത്ര ഉണ്ടെന്നു. നല്ല നല്ല പൂവ് പിടിച്ചു തുടങ്ങി.
വയ്യാത്ത കുട്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് ഇടും കുറച്ചാളെ ചെയ്തെടുത്തുണ്ടും വേറെ നെയ്തിടും. ഹോബിയാണിത്. ഇവിടെ പാർക്കിംഗ് സെഷനില് ഇവിടുത്തെ ഉള്ള ആൾക്കാർ ചെയ്യുന്ന പരിപാടിയാണ് എന്നാണ് ഷിൻഡോസ് പറഞ്ഞത്. ഇവിടെ എല്ലാരും പാട്ടിക്കും ഇവിടുത്തെ മരത്തിന് വരെ നിക്കറിടിപ്പിക്കും. ആ ശരിയാ, ഞാൻ ഇപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്നത് കേട്ടോ. ദേ കണ്ടോ കോഴിയുടെയൊക്കെ ഇവരിത് നെയ്തിടും. എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവരെടുത്തോണ്ട് പോയിട്ട് വേറെ എടുത്തോണ്ടിടും. ഇവിടെ മെയിനായിട്ട് ഇതാണ് ഗൈസ് ഉള്ളൊരു പ്രശ്നം. സീകള് മൊത്തം ഓ ഇവിടെ ഒരു പൂച്ചിരിക്കുന്നുണ്ട് ഗൈസ്. ഇതാണ് എനിക്ക് കാണിച്ചത്. ഞാൻ വെച്ച് സീകൾ അപ്പയിട്ട് വെച്ചേക്കണതാണ്. ഒരു പൂച്ച ഉണ്ടോ? ഞാൻ അടുത്തോട്ട് പോകണില്ല, എനിക്ക് പേടിയാണ്. ഓ ഹലോ, അവിടെ നോക്കുന്നുണ്ട കണ്ടോ? പോവാണ്, ജീവനും കൊണ്ട് ഞാൻ തിരിച്ചു പോവാണ്. അതാണ് എനിക്ക് നല്ലത്. സോ ഇതാണ് ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കോഴീനെയൊക്കെ സ്റ്റാൻഡിൽ വരെ കോഴീനെയും എല്ലാത്തിനെയും ഒഴിപ്പിച്ചിട്ട് വെച്ചേക്കുക. ഇപ്പോൾ ഇരുട്ടി 7 മണിക്ക് മുന്നേ നമുക്ക് മാക്സ് മിനിസ്റ്ററിൽ പോയിട്ട് അവിടുത്തെ പെറ്റ് ഷോപ്പ് കാണണം. എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ മേടിക്കണം എന്ന് വിചാരിച്ചോണ്ടിരിക്കുക. കേട്ടില്ല? സ്വർണ്ണമുട്ട. അതെ, എനിക്ക് സ്വർണ്ണമുട്ട കൊണ്ട് അടച്ചു വിരിക്കുകയാണെങ്കിൽ നിനക്ക് വേണം വിരിക്കാൻ. നീ ആകുമ്പോഴത്തേക്കും ബാത്റൂമിൽ എവനാണെങ്കിൽ ബാത്റൂമിൽ പോയി കുറേ നേരം ഇരിക്കുക. അപ്പം അടുത്ത തവണ ഞാൻ ബാത്റൂമിൽ പോകുമ്പോൾ ഇത് കൊടുക്കും, അട വെച്ച് വിരിക്കാനായിട്ട്. എങ്ങനെയുണ്ട്? അട വെച്ച് വിരിക്കാനായിട്ട് ബാത്റൂമിൽ പോകുമ്പോൾ ഞാനിത് കൊടുക്കാനാണ് പ്ലാൻ. പെറ്റ് ഷോപ്പിൽ പോവാണ്. അതിന് ഇവിടെ നിന്ന് എക്സിറ്ററിൽ പോകണം. ആക്സ് മിനിസ്റ്ററിലോ? ഓക്കെ, എക്സിറ്ററിലല്ല, ആക്സ് മിനിസ്റ്ററിൽ പോകണം. അതിനി വണ്ടിയിലാണ് പോകണേ. അങ്ങോട്ടേക്കുള്ള പോക്കാണ് ഇതടുത്ത് കഴിച്ച്. സോ പെറ്റ് ഷോപ്പിൽ ചെയ്തിട്ട് ബാക്കി. നാട്ടിൽ മണല്ലേ ഫിഷ് എല്ലാം ഉണ്ട്. മൊത്തം ഫിഷാണ് കേട്ടോ. അതിൻ്റെ കുഞ്ഞു ഫിഷ് ഇവിടെ തന്നെ അതിൻ്റെ വില എഴുതിയിട്ടുണ്ട്. ഇത് മൊത്തം ഉണ്ട് കേട്ടോ. അതെ, അതിനകത്ത് വെക്കാനുള്ള സാധനങ്ങളെല്ലാം ഇവിടുന്ന് തന്നെ കിട്ടും. മേടിക്കണം എന്നുള്ളത് പച്ചക്കും കാര്യങ്ങളും എല്ലാം. കുഞ്ഞു കുഞ്ഞു മീനുകളാണ് ഇതൊക്കെ. മീൻ ചുമ്മാ അല്ല ഗൈസ്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര സ്മെല്ല് കേട്ടോ. ഇവിടെ കയറിയപ്പോൾ സംഭവം ഉണക്കമീനാണ്. ഇതാര് കഴിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പട്ടിക്കോ പൂച്ചയ്ക്കോ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമ്മൾ ഇത്രയും വലിയ പെറ്റ് ഷോപ്പിൽ കയറിയിട്ടില്ല. ഉണ്ടോ? ആ, ഞാൻ ഇതുവരെ പെറ്റ് ഷോപ്പിൽ കയറിയിട്ടില്ല. അതാണ് ഗൈസ് സത്യം പറഞ്ഞത്. കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. Everything's coming to an end. Don't go back to Kent and make nothing of myself. There are actually some people in Kent who are very happy and successful. Loads, but some. നമ്മൾ വീട്ടിൽ കയറിയില്ലേ? നമ്മൾ പരിപാടി കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്, വീട്ടിൽ കയറിയിട്ടുണ്ട്. സോ യു കുഞ്ഞ് അതെ, ഇറ്റ്സ് മീ ഷിൻഡു സൈനിങ് ഓഫ് ആണ്. ഓക്കെ, സോ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വ്ളോഗുമായി പിന്നെ കാണുന്നതാണ് ഗൈസ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മണിയടിക്കുക ഗൈസ്. സോ അടുത്ത വീട്ടിൽ വന്ന് കയറി ഗൈസ്. സോ ഇനി ഇത്രയൊക്കെ ഉള്ളൂ. ക്ഷീണിച്ചു അല്ലേ? തലവേദന, എനിക്ക് നല്ലൊരു തലവേദനയുണ്ട്. ഒരു ചായയൊക്കെ കുടിക്കണം. സോ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പിയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, ബെൽ ബട്ടൺ അമർത്തുക. സോ അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.